ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മോട്ടോർ സി ഡ്രൈവ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫിയസ്റ്റ 2 ലക്ഷം കിലോമീറ്റർ ഓടി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ എഞ്ചിൻ്റെ കണ്ടീഷൻ കാണിക്കാൻ വേണ്ടി ഞാൻ ഓയിൽ ക്യാപ്പ് തുറന്നിട്ട് ആ എഞ്ചിനകത്ത് സ്ലെഡ്ജൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചത്. എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് എൻ്റെ 2 ലക്ഷം കഴിഞ്ഞ എഞ്ചിൻ ഇരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ അതിനകത്ത് കുറേ കമൻസുകൾ വന്നു. അതിനകത്ത് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടൊരു കമൻ്റ് എന്ന് വെച്ചാൽ, ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരിക്കുന്നത്, ചേട്ടാ ഇത് ഫോർഡല്ലേ, ഇതിൻ്റെ എഞ്ചിൻ്റെ പണിയൊക്കെ തീർന്നു കാണും, ടൊയോട്ട ആണെങ്കിൽ അടിപൊളിയായെന്നൊരു കമൻറ്റ് വന്നു. സോ ഇത് ഫോർഡിൻ്റെ എഞ്ചിനാണെന്ന് നമുക്ക് പറയാം. ഫോർഡ് DLD4 എന്ന് പറഞ്ഞ എഞ്ചിൻ. ഇത് ഫോർഡും പ്യൂഷോയും കൂടെ ചേർന്ന് നിർമ്മിച്ചൊരു എഞ്ചിനാണ്. ഫോർഡ് ഓഫ് ലണ്ടൻ ആൻഡ് പ്യൂഷോ സിട്രോൺ എല്ലാം കൂടെ ചേർന്ന് നിർമ്മിച്ചൊരു എഞ്ചിനാണ്. സിട്രോൺ അല്ലെ പ്യൂഷോയുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. അവന്മാരാണ് ഡീസൽ നമ്പർ 1 ഇൻ ദ വേൾഡ് എന്ന് തന്നെ പറയേണ്ടത്. കാരണം പണ്ടിറങ്ങിയ സെന്നിൻ്റെ എഞ്ചിൻ തൊട്ട് എല്ലാ എഞ്ചിനുകളും സ്മോൾ എഞ്ചിൻസ് ആണ് കേട്ടോ. ടൊയോട്ടയൊക്കെ ഹൈ എൻഡ് എഞ്ചിനിലോട്ട് പോയപ്പോഴത്തേക്കും ഇവന്മാർ സ്മോൾ എഞ്ചിനിൽ നല്ല റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് പ്യൂഷോയ്ക്കും സിട്രോണും മാത്രമായിരുന്നു. സോ ഫോർഡും ഇവരും കൂടെ ചേർന്ന് നിർമ്മിച്ചൊരു എഞ്ചിനാണ്. പ്ലസ് ഇതൊരു അൺറിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണെന്ന് ചോദിച്ചാൽ അല്ല, ഒരിക്കലും അല്ല. 68 bhp മാത്രമേ ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇന്റർകൂളർ ഇല്ല. ഇന്റർകൂളർ ഇല്ലാത്തതുകൊണ്ട് ഇതിന് മറ്റേ ഓയിൽ മിക്സിങ്, വാട്ടർ ഓയിൽ മിക്സിങ് എന്ന് പറയുന്ന കംപ്ലൈൻറ്റ് ഇല്ല. മറ്റ് പല എഞ്ചിനുകൾ മൾട്ടിജെറ്റിനൊക്കെ ആ ഒരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. പ്ലസ് ഇത് 68 bhp ഫോർഡിൻ്റെ സീരീസിൽ മാത്രമാണ് ഇത്രയും പവർ കൊടുത്തേക്കുന്നത്. ബാക്കിയുള്ള സിട്രോണിൻ്റെ പ്യൂഷോയുടെയൊക്കെ എഞ്ചിനകത്ത് വെറും 55 bhp ഒക്കെയാണ് ഈ എഞ്ചിന് പവർ റേറ്റഡ് കൊടുത്തേക്കുന്നത്. സോ അതൊരു പ്രശ്നമല്ല. അത് അല്ലെങ്കിൽ എഞ്ചിൻ ഒട്ടും സ്ട്രെസ്ഡ് ആവുന്നില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതെല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ട് കുഴപ്പമില്ലാത്തൊരു എഞ്ചിനാണ് ഈ ഫോർഡിൻ്റെ DLD4. എന്നാൽ ഈ എഞ്ചിൻ ടൊയോട്ടക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. ടൊയോട്ട നമ്മൾ എപ്പോഴും പറയാം, ടൊയോട്ട എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒറ്റ കാര്യമുള്ളൂ, ക്വാളിറ്റി. ടൊയോട്ട ഒരിക്കലും അവരുടെ ബ്രാൻഡിനെ തകർക്കുന്ന ഒരു സംഭവം ഇതുവരെ ചെയ്യത്തുമില്ല. കാരണം അവന്മാരുടെ ഫസ്റ്റ് വേർഡ് ക്വാളിറ്റിയാണ്. ടൊയോട്ട ഐഗോ എന്ന് പറയുന്ന കാറുണ്ട്, 2001 തൊട്ട് ഇറക്കിയ ടൊയോട്ട ഐഗോയ്ക്കകത്തിരിക്കുന്നതും ഈ സെയിം എഞ്ചിനാണ്. അതിനും പവർ 55 bhp ഉള്ളൂ. പക്ഷേ ഈ സെയിം ഫോർഡ് പ്യൂഷോ സിട്രോൺ ഡിസൈൻ ചെയ്ത ഈ സെയിം എഞ്ചിനാണ് ടൊയോട്ട ഐഗോയ്ക്കകത്തിരിക്കുന്നത്. അപ്പോൾ ടൊയോട്ട വരെ ഈ എഞ്ചിൻ അവരുടെ കാറുകളിൽ വെച്ച് വിടണമെങ്കിൽ ഈ എഞ്ചിൻ റിലയബിൾ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പറയാം. ഫോർഡ് പോട്ടെ, ടൊയോട്ട ഒരിക്കലും അവരുടെ ബ്രാൻഡിന് റിലയബിലിറ്റി വെച്ച് കളിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഐഗോയ്ക്കകത്ത് 2010 വരെ ഈ സെയിം മോഡൽ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോഷിൻ്റെ ചില മാറ്റങ്ങളുള്ള എഞ്ചിനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും 2010 വരെ സെയിം സീമൻസിൻ്റെ ഇഞ്ചക്ടർ എല്ലാമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയ വ്യത്യാസം വെച്ചാൽ പവർ കുറവാണ് ടൊയോട്ടയുടെ മോഡലിന്. 55 bhp പവറുള്ളൂ, ഫോർഡിൻ്റെ 68 bhp പവറുണ്ട്. ആ ഒരു വ്യത്യാസമുണ്ട്. അത് ചിലപ്പോൾ എഞ്ചിൻ്റെ തേയ്മാനം കൂട്ടിയേക്കാം. എന്നാലും ഓൾമോസ്റ്റ് എഞ്ചിൻ റിലയബിൾ ആയതുകൊണ്ട് തന്നെയാണ് ടൊയോട്ടയുടെ അവരുടെ കാറുകളിൽ വെച്ചിരിക്കുന്നത്. പ്ലസ് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ എഞ്ചിൻ അപ്പം പിന്നെ എന്തുകൊണ്ടാണ് ഈ ഫോർഡിൻ്റെ എഞ്ചിന് കമ്പയർ എന്ന് പറയുന്നത്, ചില സീരീസ് എന്ന് വെച്ചാൽ 2011 തൊട്ടുള്ള സീരീസ്, കുറച്ച് നാളത്തേക്കുള്ള സീരീസിനകത്ത് ചെറിയ ഇഞ്ചക്ടർ ഇഷ്യൂസ് മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം BHP എല്ലാത്തിനകത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ജോലിക്ക് കയറിയ സമയത്താണ് ഫീഗോ കത്തി നിന്ന സമയമാണ്. അന്നൊരു 5 സ്വിഫ്റ്റ് ഇറങ്ങുമ്പോൾ അതിനകത്ത് അതിൻ്റെ കൂട്ടത്തിൽ 2 ഫീഗോ എങ്കിലും ഇറങ്ങുമായിരുന്നു. അതുപോലെ ഒരു അമേരിക്കൻ ബ്രാൻഡും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സക്സസ് ആണ് ഫീഗോ ഫോർഡിന് കൊടുത്തത്. പക്ഷേ ഈ ഇഞ്ചക്ടറിന്റെ പ്രശ്നം വന്നപ്പോഴത്തേക്കും ടൊയോട്ട അല്ലെങ്കിൽ ഹോണ്ടയൊക്കെ ആണെങ്കിൽ അവർ എന്ത് വില കൊടുത്തു അവരുടെ ബ്രാൻഡിന്റെ ഒരു എത്തിക്സ് കീപ്പ് ചെയ്യും. ഫോർഡ് അങ്ങനെ പരിപാടി ചെയ്തില്ല. അവന്മാർ ഇപ്പോൾ സർവീസിൽ അല്ലെങ്കിൽ വാറണ്ടി നിൽക്കുന്ന എഞ്ചിന് ഇഞ്ചക്ടർ ഇഷ്യൂ വരുവാണെങ്കിൽ അവന്മാർ നൈസായിട്ട് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ഒക്കെ ചെയ്ത് ആ വണ്ടി എങ്ങനെയും ഓടിച്ച് 1 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ ഈ വാറണ്ടി പീരീഡിന് അപ്പുറം പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവന്മാർ കൈമലത്ത് വരണം. അങ്ങനെയാണ് ഇത്തരം ബ്രാൻഡ് അല്ലെങ്കിൽ ഫോർഡ് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തിരിച്ചു വന്നിട്ടും പിന്നീട് അങ്ങോട്ട് കയറ്റം ഇല്ലാതെ പോയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഫോർഡിൻ്റെ ഒരു എന്താ പറയുക, ഒരു തട്ടിപ്പ് പരിപാടിയായിരുന്നു അത്. കാരണം ഇഞ്ചക്ടർ ഇഷ്യൂ ഉണ്ടായിരുന്ന ഇഞ്ചക്ടർ അവർ മാറിക്കൊടുത്തില്ല. അവർ പറഞ്ഞു അങ്ങനെ എല്ലാ കാറുകൾക്കും ഇല്ല. ശരിയാ, എല്ലാ കാറുകൾക്കും വന്നിട്ടില്ല, എങ്കിലും കുറേ കാറുകൾക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നീടുള്ള പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ കണ്ടുള്ള ഫോർഡ് അല്ലെങ്കിൽ ഈ കാറുകളെല്ലാം, ഈ ഫോർഡിന്റെ കാറുകളെല്ലാം ഈ എഞ്ചിനൊക്കെ യൂറോപ്യൻ സ്പെക്കാണ്. ഈ പറഞ്ഞ ടൊയോട്ട യൂറോപ്പിലാണ് ഈ എഞ്ചിൻ ഇറക്കിയിരിക്കുന്നത്. ഈ എഞ്ചിനൊക്കെ യൂറോപ്യൻ സ്പെക്ക് ആയതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ വൃത്തികെട്ട ഡീസലൊന്നും ഈ എഞ്ചിൻ താങ്ങത്തില്ല. നമ്മളെല്ലാം 25,000 കിലോമീറ്റർ ഡീസൽ ഫിൽറ്റർ മാറണം. പ്ലസ് ഒരിക്കലും നമ്മുടെ എഞ്ചിന്റെ ലൈറ്റ് അല്ലെങ്കിൽ ഫ്യൂവൽ ലോ എന്നുള്ള ലൈറ്റ് കത്തിച്ചിട്ട് നമ്മൾ ഓടിക്കരുത്. അതിന് മുമ്പ് എന്തായാലും നിങ്ങൾ ഡീസൽ റീഫിൽ ചെയ്തിരിക്കുക. എങ്കിൽ മാത്രമേ ഈ എഞ്ചിനൊരു റിലയബിലിറ്റി പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇഞ്ചക്ടർ അടിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ എഞ്ചിന് ഈ പ്രശ്നം അല്ലെങ്കിൽ ഇഞ്ചക്ടർ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത്. അല്ലാതെ
പലരും വിചാരിച്ചിരിക്കുന്ന പോലെ ടൊയോട്ടയുടെ ഇന്നോവയുടെ എഞ്ചിൻ ഭയങ്കര റിലയബിൾ ആണ്, അതുകൊണ്ട് ബാക്കിയുള്ള എഞ്ചിനും റിലയബിൾ ആണെന്ന് നമ്മൾ ഒരിക്കലും ധരിക്കല്. ടൊയോട്ടോ ഐഗോയ്ക്കകത്തിരിക്കുന്ന ഈ സെയിം എഞ്ചിനാണ്. ഈ എഞ്ചിൻ ടൊയോട്ടയിൽ വരുമ്പം ഇവരും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. കാരണം പ്യൂഷോ ഡിസൈൻ എഞ്ചിനാണ്, അപ്പം അതിനകത്ത് വ്യത്യാസമൊന്നും വരുത്താൻ പറ്റത്തില്ല. ഫോർഡിന്റെ എഞ്ചിനിലോട്ട് വരുമ്പോൾ കുറച്ച് പവർ കൂടുതലുണ്ട്, പക്ഷേ ഫോർഡും റിലയബിൾ ആണ്. എനിക്കിപ്പോൾ 2 ലക്ഷം കിലോമീറ്റർ എന്ന് കഴിഞ്ഞു, എനിക്കൊരു കുഴപ്പം ഇതുവരെ ബേസിക്കലി ഉണ്ടായിട്ടില്ല. ഏതൊരു മൾട്ടി ജെറ്റ് എഞ്ചിൻ പോലെയൊക്കെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ലെവലാണ്. പ്ലസ് ഇതിന് ഇന്റർകൂളർ ഇല്ലാത്തതുകൊണ്ട്, പവറും ഇല്ല ഇന്റർകൂളറും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വാട്ടർ മിക്സിംഗ് ഒന്നും പ്രശ്നവും പേടിക്കണ്ട. അങ്ങനെ മൊത്തത്തിൽ ഈ ലാഭം തന്നെയാണ് ഈ എൻ്റെ ഫോർഡ് ഫിയസ്റ്റ എനിക്ക് മൊത്തത്തിൽ ഇതുവരെ ലാഭം മാത്രം ഉണ്ടാക്കിയ കാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.